ദുബായിലായിരുന്നപ്പോ ഞങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു. ലൈഫ് ലോങ് കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് വേറൊരു രാജ്യത്ത് സെറ്റിൽ ആവുമ്പോ അവിടെ ഉണ്ടാവുന്ന ഫ്രണ്ട്സ് എവിടെ പോവാനാ, ലൈഫ് ലോങ് കൂടെ തന്നെ ഉണ്ടാവില്ലേ? അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതാ കൂട്ടത്തിലെ റിജോ ചേട്ടനും ചിക്കും. ഇവരിപ്പോ കാനഡയിലാണേ. ഞങ്ങളുടെയൊക്കെ ചിന്തകൾക്കപ്പുറം ഞങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫൊക്കെ മാറി മറിഞ്ഞു. നീണ്ടൊരു 4 വർഷത്തിന് ശേഷം ആട്ടോ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ 4 വർഷത്തിന് ശേഷം കണ്ടിട്ട് ഇത്രയും എക്സൈറ്റ്മെന്റ് ഉള്ളൂന്ന്? ആക്ച്വലി അവര് വന്നതിന് ശേഷമുള്ള സെക്കൻഡ് മീറ്റിംഗ് ആണിത്. ഫസ്റ്റ് കണ്ടപ്പോ ഉള്ള മൊമെന്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ചില മൊമെന്റ്സ് അങ്ങനെയല്ലേ, ലിവ് ഇൻ ദ മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ അങ്ങ് ഫ്രോസൺ ആയി പോകും. അതാ അന്ന് സംഭവിച്ചത്. ക്യാമറ ഒക്കെ എടുത്ത ആ മൊമെന്റ് റെക്കോർഡ് ചെയ്യാനൊന്നും അപ്പൊ തോന്നിയില്ല. ഇതിപ്പോ അവരുടെ ബ്രദറിന്റെ വെഡിങ് ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നത് അവര്. എറണാകുളത്തേക്ക് അവര് ഷോപ്പിങ്ങിന് വന്നു എന്ന് പറഞ്ഞപ്പോ വേഗം പോയതാ ഞങ്ങള്. നമ്മൾ ദുബായിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കിട്ടുന്ന മൊമെന്റ്സ് ഒന്നും മിസ് ചെയ്യാറില്ല. ഇതിപ്പോ ഒട്ടും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവര് തിരിച്ച് കാനഡയ്ക്ക് പോയാ ഇനി എന്ന് തിരിച്ചു വരുന്നത് അവർക്ക് പോലും അറിയില്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ നമ്മൾ നേരെ പോയത് ഊട്ടുപുരയിലേക്കാണ്. ഇത് പെരി പെരി ഇഡ്ഡലി എന്റെ ഫേവററ്റാ. ഞാൻ സജസ്റ്റ് ചെയ്ത് ഓർഡർ ചെയ്തോണ്ട് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഹമ്പോ, അപ്പൊ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പിന്നെ അന്ന് മിസ്റ്റർ അജയ് സ്റ്റീഫന്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ വീട്ടിലെത്തിപ്പേക്കും അമ്മയും മോനും കൂടെ ചെറിയ രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് മറക്കാനാവാത്തൊരു ഡേ ആയിരുന്നു. ഇപ്പൊ എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഞങ്ങളുടെ ദുബായ് ഗ്യാങ് എല്ലാരും കൂടിയുള്ള ഒരു റിയൂണിയൻ.